ഹായ്, ഈ മഴക്കാലത്ത് വൈകിട്ട് നല്ല ചൂടോടെ ഒരു പരിപ്പുവടയും കട്ടൻ ചായയും കുടിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നാടൻ രുചിയിൽ പരിപ്പുവട ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് പീസ് പരിപ്പാണ് വേണ്ടത്. വടാപ്പരിപ്പ്, ഗ്രീൻ പീസ് പരിപ്പ് എന്നൊക്കെ പറയും. ഇതില്ലെങ്കിൽ കടലപ്പരിപ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏത് പരിപ്പ് വെച്ചിട്ടും പരിപ്പുവട ഉണ്ടാക്കാം. എങ്കിലും നമ്മുടെ നാടൻ രുചിക്ക് പീസ് പരിപ്പാണ് കേട്ടോ നല്ലത്. പരിപ്പ് കഴുകിയെടുത്ത ശേഷം നല്ല വെള്ളം ചേർത്തിട്ട് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വയ്ക്കണം. ഇപ്പൊ പരിപ്പൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പയിലേക്ക് മാറ്റി വെള്ളം കളയാം. അരയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ഇതിൽ നിന്ന് എല്ലാ പരിപ്പും അരയ്ക്കേണ്ട, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് ടേസ്റ്റാണ്. അപ്പോൾ ഒരു 3 സ്പൂൺ പരിപ്പ് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പരിപ്പ് 3 ഭാഗമായിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഭാഗം മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ചേർക്കാം. മീഡിയം എരിവുള്ള ടൈപ്പ് മുളകാണ് ചേർത്തത്. പിന്നെ ഇഞ്ചി ചേർക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കണം. കറിവേപ്പില നമുക്കല്ലാതെ വേറെയും ചേർക്കാം. ഇത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഒരു തരിതരിപ്പായിട്ടുള്ള രീതിയിൽ കിട്ടണം, നല്ലപോലെ അരയരുത്. ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തത്. പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത ഭാഗം പരിപ്പ് അരയ്ക്കാനായിട്ട് എടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കണം. 12 ചെറിയുള്ളിയാണ് മൊത്തം വേണ്ടത്. അപ്പോൾ ഒരു 6 ചെറിയുള്ളി അരയ്ക്കുന്നതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ബാക്കി പിന്നെ ചേർക്കാനുള്ളതാണ്. പിന്നെ ഒരല്ലി വെളുത്തുള്ളി ചേർക്കാം. എരിവുള്ള 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർക്കാം. പരിപ്പ് വടയിൽ വെളുത്തുള്ളിയും പെരിഞ്ജീരകവും ഒക്കെ ലൈറ്റ് ഫ്ലേവറേ വേണ്ടൂ, അത് അധികം ആവരുത് കേട്ടോ. ഇത് നമുക്ക് തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ലാസ്റ്റ് ഭാഗം പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇതും തരിതരിപ്പായിട്ട് തന്നെയാണ് അരയ്ക്കേണ്ടത്. പക്ഷെ ഒരു പൊടിക്ക് ഒന്ന് കൂടുതൽ അരിഞ്ഞോട്ടെ. ഈ ഒരു രീതിയിലാണ് അരച്ചത്. ഇതും പാത്രത്തിലേക്ക് മാറ്റാം. അരച്ച പരിപ്പിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. 6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കാം. 1 സ്പൂണിൽ കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി അളവിന് കായംപൊടി ചേർക്കണം. 3/4 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. അപ്പോൾ എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് ഒരു ഉരുള പോലെ ആക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ പരിപ്പ് വടയുടെ ഷേപ്പ് കിട്ടും കേട്ടോ. നടുവിൽ ഇത്തിരി ഉയർന്ന് സൈഡൊക്കെ ഒന്ന് തിന്നായിട്ടുള്ള ഷേപ്പാണ് വേണ്ടത്. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 10 പരിപ്പ് വട ഉണ്ടാക്കാം. എണ്ണ മീഡിയം ചൂടാകുമ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പരിപ്പ് വട ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. മറിച്ചിട്ട് 2 വശവും ഫ്രൈ ചെയ്യണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല ചൂട് പരിപ്പ് വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായ പിന്നെ അറിയാലോ, ഞാനിവിടെ 2 കപ്പ് വെള്ളത്തിൽ ഒരു ഗ്രാമ്പൂ കൂടെ ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ 1/2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് പാത്രം മൂടി വയ്ക്കാം കേട്ടോ. സിമ്പിളായൊരു കട്ടൻ ചായയും നല്ല നാടൻ രുചിയുള്ള പരിപ്പ് വടയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.